എല്ലാ വർഷവും മേടം 10-ന് കുംഭഭരണി ആ സമയത്തും ഞാൻ നടാറുണ്ട്. കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം നട്ടിട്ട് നല്ല വിളവ് കിട്ടി. കഴിഞ്ഞ വർഷം നല്ല വിളവ് കിട്ടി. ഈ ഗ്രോ ബാഗിൽ 3.5 കിലോ വരെയുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. ഈ വർഷമാണ് ഇതിൽ ഒരു മൂട്ടിൽ നിന്നും 2 കിളിർത്ത് വന്നത്. ഇതിനെ ഇനിയിപ്പോൾ മുറിച്ചിട്ട് ഇത് തീയലുണ്ടാക്കാൻ ചേനത്തണ്ട് വളരെ നല്ലതാണ്. പിന്നെ ഒരു 10 ഗ്രോ ബാഗോളം ചേന എനിക്കുണ്ട്. ഒരു വർഷത്തേക്കുള്ള ചേന ധാരാളമാണിത്. ഇത് കഴിഞ്ഞ വർഷം ഞാൻ നട്ടിരുന്നത് ഏത്തനായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ കൃഷിഭവനിൽ നിന്നും തന്നെ തൈ കൊണ്ട് നട്ടതാണ്. ഇപ്രാവശ്യം തന്നത് അവർ പറഞ്ഞത് കപ്പ എന്നാണ് പറഞ്ഞത്. കപ്പയാണെന്ന് തോന്നുന്നു. ഇത് പൊക്കം കുറവാണപ്പോൾ അതാ ഇല ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കൊലവരായി. കഴിഞ്ഞ വർഷം എനിക്ക് 28 കാ ഉണ്ടായിരുന്നു. വീട്ടിനാവശ്യത്തിന് എടുക്കാം, സന്തോഷമല്ലേ. അടുത്ത വീടുകളിലൊക്കെ കൊടുക്കും. പിന്നെ ഇലയും എടുക്കാം. ആവശ്യത്തിന് നമുക്ക് പുറത്തൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിനുള്ള ഇലയപ്പം ഉണ്ടാക്കാനോ മറ്റേ സദ്യകളൊക്കെ വളരെ കുറവാണല്ലോ. അപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇല കിട്ടും. ഇത് ഒടിച്ചുകുത്തി നാരകം. അതൊരു തൈ വാങ്ങിച്ച് 2 വർഷത്തിന് മുമ്പ് നട്ടതാണ്. 6 മാസം കഴിഞ്ഞപ്പോഴേ പൂക്കാൻ തുടങ്ങി. പിന്നെ നിറച്ച് കായ് ഉണ്ടായി. നല്ല വലിപ്പം വയ്ക്കുന്നതാണ്. അച്ചാറിന് നല്ലത്. ഇത് കൈതച്ചക്ക. ഇത് മുള്ളുള്ള ഇനമാണ്. അവിടെ നിൽക്കുന്നത് മുള്ളില്ലാത്ത ഇനം. ഇത് കത്തിരി, ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നല്ല വലിപ്പമുണ്ട്. ഇത് പാലക് ചീര. പാലക് കൊണ്ടുള്ള മറ്റു കറികളൊക്കെ ഉണ്ടാക്കാം. ഇത് പുതിന. അത് 2 പുതിന, ബാക്കിയെല്ലാം. ഇത് ബീറ്റ്റൂട്ട്. കഴിഞ്ഞ വർഷം ഇത് നിറച്ച് ബീറ്റ്റൂട്ടായിരുന്നു. ഇപ്പം ഞാൻ തൈ നട്ട് വരുന്നതേ ഉള്ളൂ. വെർട്ടിക്കൽ സ്റ്റാൻഡാണ് ഞാൻ ഉണ്ടാക്കിച്ചതാണ്. എൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കിച്ചതാണ്. എന്നിട്ട് ഇത് ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ ടൈലാണ് ഇട്ടിരിക്കുന്നത്. ടൈൽ വെച്ചിട്ടുണ്ട്. പൊട്ടിയ ടൈലും എല്ലാം ടൈൽ വെച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്ത് വെള്ളം വാർന്ന് താഴെ പോകും. ഇതിൻ്റെ ഇരുമ്പ് തുരുമ്പെടുക്കില്ല. ഈ പൈപ്പുകളൊന്നും തുരുമ്പെടുക്കില്ല. ഇതിനകത്ത് നമുക്ക് 16 വയ്ക്കാം. എപ്പോഴും വയ്ക്കാം. ഇതിനകത്തുള്ള കള മാറ്റാനും വളരെ സൗകര്യമാണ്. ഇതിനകത്ത് നമ്മൾ പരിചരണത്തിന് ഏറ്റവും പ്രധാനം പരിചരണം. അതിന് വളരെ ഈസിയാണ്. സ്ഥലമില്ലാത്തവർക്ക് വളരെ അഡ്വാൻറ്റേജാണ്. ഇത് ചുറ്റിനും വച്ച് കഴിഞ്ഞാൽ, നല്ല വെയിൽ കിട്ടുന്നിടത്ത് വച്ച് കഴിഞ്ഞാൽ 6x1 സൈസിലുള്ള സ്റ്റാൻഡാണ്. ഇത്രയും സ്ഥലത്ത് നമുക്ക് 16 ഗ്രോ ബാഗുകൾ വയ്ക്കാം. അതും ഈ 6 ഇഞ്ചിൻ്റെ വീതിയുള്ള ഗ്രോ ബാഗ്. അതിലാകുമ്പോഴത്തേക്ക് കൂടുതൽ സ്ഥലത്ത് നമുക്ക് സാധനങ്ങൾ നടാൻ സാധിക്കും. ഇതിൻ്റെ വർക്ക് ഏരിയയാണ്. നല്ല വെയിലുള്ള സമയത്തും മഴയുള്ള സമയത്തും ഇതിനകത്തിരുന്ന് ജോലി ചെയ്യാം. എല്ലാം തയ്യാറാക്കി ഇവിടെ തന്നെ തണലത്ത് പുതിയ ചെടികളെയൊക്കെ നട്ടിട്ട് വയ്ക്കാം. പിന്നെ മണ്ണ് അരിച്ചാണ് എടുക്കുന്നത്. എന്നാൽ ഇത് നല്ല വേരോട്ടം കിട്ടുള്ളൂ. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്നത് മണ്ണിര കമ്പോസ്റ്റ്. ഇത് ഡോളോമൈറ്റ്. ഒരിക്കൽ വിളവെടുത്തതിന് ശേഷം മണ്ണിനെ അരിച്ച് വെയിലത്ത് വയ്ക്കുകയും സോളറൈസേഷൻ നടത്തുകയും, സോളറൈസേഷന് ശേഷം മണ്ണിനെ എടുത്ത് ഡോളോമൈറ്റും കുമ്മായം വെച്ചിട്ടുണ്ട്. ഇത് കുമ്മായം കക്ക നീറ്റിയതാണ്. കക്ക നീറ്റി ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇത് മിക്സ് ചെയ്ത് ഇതിലേക്ക് മാറ്റും. ഇതിലേക്ക് മാറ്റിക്കഴിഞ്ഞ് ഇത് 15 ദിവസം കഴിഞ്ഞതാണ്. റെഡി ടു സോ. ഇത് പ്രോസസ്സ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഇത് 4 ദിവസമേ ആയുള്ളൂ. ഇത് റെഡി ടു യൂസാണ്. ഇത് പുതുതായിട്ടിട്ടത്, ഇതും പുതുതായിട്ടിട്ടത്. അത് തയ്യാറാകുമ്പോൾ ഇതിനെടുത്ത് ഇതായിരിക്കും മണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓരോ വിളവെടുത്തതിന് ശേഷവും ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല വിളവ് കിട്ടും. മണ്ണ് ടെറസിൻ്റെ മുകളിൽ ഞാൻ ഈ വീട് വയ്ക്കുന്ന സമയത്ത് ഇവിടെ ലേബർ ഉണ്ടായിരുന്നു. അവരെ കൊണ്ട് ഈ കുറേ മണ്ണ് മുകളിൽ കയറ്റി. പിന്നെ ഞാൻ ഫ്ലാറ്റിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് ദിവസവും കാറിൽ വരുമ്പോഴത്തേക്ക് ഒരു 10 ഗ്രോ ബാഗ് വീതം കാറിൽ കൊണ്ടുവരികയും കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് കൊണ്ടുവരികയും ഇവിടുത്തെ ലേബേഴ്സ് എടുത്ത് മുകളിൽ കയറ്റും. എന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കി. പിന്നെ ചാണകം, 4 ചാക്ക് ചാണകം ഒരേ സമയം വലിയ ചാക്കിൽ ചാക്കൂടെ വെച്ചിട്ടുണ്ട്. ഈ ചാക്കിലാണ് എൻ്റെ ഒരു പരിചയക്കാരൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. ഒരു ചാക്ക് 3 രൂപയാണ്. അതിവിടെ കൊണ്ടുവന്ന് താഴെ കൊണ്ടുവയ്ക്കും. ദിവസേന ഈ ബക്കറ്റിൽ എടുത്ത് വയ്ക്കുകയും അത് കയറുകൊണ്ട് വലിച്ച് മുകളിൽ കയറ്റുകയും ചെയ്യും. ഇത് ആട്ടിൻ്റെ കാഷ്ടമാണ്. ഇത് കൊണ്ടുവന്ന് ഇതിങ്ങനെ ഇടുകയും ഇതിനകത്ത് ട്രൈക്കോഡെർമ മിക്സ് ചെയ്ത് വെള്ളം തെളിച്ച് ഒരു 15 ദിവസം വെച്ചേക്കും. പക്ഷേ അതിന് മുമ്പായിട്ട് ഇതിനെ ചെയ്യുന്നത് മിക്സി വെച്ചിട്ടുണ്ട്. ഈ മിക്സിയിൽ ഇത് ഗ്രൈൻഡ് ചെയ്ത്
ആണ് എടുക്കുന്നത്, മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യും. അങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നല്ല മണ്ണിന് വേരിറങ്ങാനായിട്ട്, ഇതിൻ്റെ ചെടികളുടെ വേര് നല്ലോണം ഇറങ്ങാനായിട്ട് ഉള്ളൊരു അവസരം കിട്ടും. ഈ മണ്ണ് നമ്മളൊരു ചട്ടിയിൽ നിന്ന് എടുത്ത് വെച്ചിരുന്നതാണ്. ചെടി മാറിയതിന് ശേഷം, ചെടി നശിച്ചതിന് ശേഷം അതിനെ വെച്ചിരുന്നു. അതിനെ എടുത്ത് മണ്ണിനെ എടുത്ത്, കാരണം വേരുകളും ഇതിൻ്റെ കല്ലും അല്ലാതുള്ള വേസ്റ്റുകളെല്ലാം ഇതിനകത്ത് മാറും. ഇതിനെ കളക്ട് ചെയ്ത് വേറെ കളക്ട് ചെയ്യും. ഇത് വീണ്ടും ഇതിനെ എടുത്ത്, ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേര്, പഴയ ചെടിയുടെ വേര് അത് ഇതിൻ്റെ പോഷകങ്ങൾ വലിച്ചെടുക്കും പുതിയ ചെടി നടുമ്പോൾ. പിന്നെ ഇതിന് അമ്ലരസം കൂടുതലായിരിക്കും, പഴയതിന് നമ്മൾ വളമെല്ലാം ഇട്ട് ഇരിക്കും. ഇതിൽ നമ്മൾ കുമ്മായം മിക്സ് ചെയ്യും. ഇതിനെവിടെ ഇട്ട്, ഇത് ഉണങ്ങിയതാണ്, നല്ലവണ്ണം ഉണങ്ങിയതാണ്, വെളിയിലിട്ട് ഉണക്കിച്ചതാണ്. ഇത് മിക്സ് ചെയ്യുന്നത് കുമ്മായമാണ്. ഈ കുമ്മായം മിക്സ് ചെയ്ത് സോളറൈസേഷൻ കഴിഞ്ഞതിന് ശേഷം കുമ്മായം മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അമ്ലരസം കുറയുകയും മണ്ണിൻ്റെ pH കൺട്രോൾ ചെയ്യാനുള്ള ഉപാധിയാണിത്. അപ്പം വെണ്ട, തക്കാളി, ഇതിനൊക്കെ പ്രധാനം pH കറക്റ്റായിട്ടുള്ള, മണ്ണിൻ്റെ pH കറക്റ്റാണെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടും. ഇല്ലെങ്കിൽ ചെറിയ കായും കൂടുതൽ പൂക്കൊന്നുമില്ല, അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിനെ മിക്സ് ചെയ്തു. ഇതിനെ വേറൊരു പാത്രത്തിലാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഇതിനകത്ത് ഇനി വെള്ളം തിളയ്ക്കും. വെള്ളം തിളച്ചതിന് ശേഷം പാത്രത്തിൽ വെച്ച് വെള്ളം ഒഴിക്കുകയോ വെള്ളം തിളയ്ക്കുകയോ മിക്സ് ചെയ്ത് അതിനകത്ത് വെച്ചേക്കും. ഒരു 10 ദിവസം 15 ദിവസം കഴിഞ്ഞിട്ട് ഇതിനെടുത്ത് നമ്മൾ ചെടി നടാനായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നല്ല വിളവ് കിട്ടും. അതിന് ശേഷമാണ് ഇതിൽ നമ്മൾ വളങ്ങളെല്ലാം ചേർക്കുന്നത്. അരിച്ചെടുത്ത മണ്ണാണ്. ഇതിനകത്ത് വേരുണ്ട്, എല്ലാം ഉണ്ട്, കല്ലും കട്ടയെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് കാക്ടസ്, ചീര നടാൻ കൊള്ളാം. ഇതിനകത്ത് ചീര നട്ട്, കാരണം നല്ല വേരോട്ടം കിട്ടും. ചീരയ്ക്ക് പിന്നെ വലുതായിട്ട് പരിചരണം ആവശ്യമില്ല. നമ്മുടെ ചട്ടികളിൽ ഇതിനെ വെറുതെ നിറയ്ക്കുക, മുകളിൽ കുറച്ച് ചാണകം കുറച്ച് കൊടുക്കുക. അതിൽ ചീര നട്ട് കഴിഞ്ഞാൽ നല്ലവണ്ണം ചീര ഉണ്ടാവും. എനിക്ക് ചൂട് സമയത്ത് ഇഷ്ടം പോലെ ചീര അടുത്തുള്ള എല്ലാവർക്കും കൊടുക്കും. അത് ചുവന്ന ചീര, വ്ളാത്താങ്കര ചീര, സുന്ദരി ചീര, പച്ചച്ചീര, ഈ ഒരു 3-4 മയിൽപ്പീലി ചീര, ഇങ്ങനെ 4 വെറൈറ്റി കാണും. അതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് വ്ളാത്താങ്കര ചീരയാണ്. ഒരു ബക്കറ്റ് മണ്ണിന് 60 രൂപയാണ്. വളരെ കുറച്ച് വാങ്ങിക്കാറുള്ളൂ. ആദ്യം ഇവിടെ ഉണ്ട്. പിന്നെ പുതിയ ഇത് ചട്ടികൾ കൂടുതൽ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വാങ്ങിക്കേണ്ടി വരും. പിന്നെ ഈ മണ്ണിര കമ്പോസ്റ്റ് അതെല്ലാം വാങ്ങിക്കുന്നുണ്ട്, അത് ഉപയോഗിക്കും. പിന്നെ ഈ മണ്ണ് വില കൊടുത്ത് വാങ്ങിച്ച മണ്ണ് ഒരിക്കലും നമ്മൾ കളയാറില്ല. അതിൻ്റെ ഒരു തരി പോലും വേസ്റ്റ് ചെയ്യാറില്ല, എടുത്ത് കളയുക. കാരണം നമ്മൾ ഉപയോഗിച്ചു, അതിൻ്റെ അമ്ലരസം കൂടി എന്ന് പറഞ്ഞിട്ട് അതിനെ കളയാറില്ല. ഇത് മരവെണ്ട. ഇത് ഇങ്ങനെ പൊങ്ങിപ്പോവും. ആവശ്യത്തിന് ഇവിടം തൊട്ട് കായ്ഫലം കിട്ടാൻ തുടങ്ങി. ഇതിന് പിന്നെ ബ്രാഞ്ചസ് വരുന്നുണ്ട്. ആ ബ്രാഞ്ചസിൽ നിന്ന് നമുക്ക് കായ്ഫലം കിട്ടിക്കൊണ്ടിരിക്കും. ഇതിന് പരിചരണം വളരെ കുറവ് മതി. ഇതിനകത്ത് കീടശല്യം കുറവ് ആണ്. ചിലന്തി ഉണ്ടാവും. ഈ ചിലന്തി എന്ന് പറയുന്നത് മിത്ര കീടമാണ്. ഈ ചിലന്തി മറ്റുള്ള കീടത്തിനെല്ലാം തിന്നും. ചിലന്തി, അതുകൊണ്ട് ആരും ചിലന്തി വന്നിരുന്നു കഴിഞ്ഞാൽ ചിലന്തിയെ ഓടിച്ചു വിടരുത്. ചിലന്തിയെ നമ്മൾ സംരക്ഷിക്കണം. ചിലന്തിയാണ് നമ്മുടെ മിത്രം. കാരണം ഇതിനകത്ത് വരുന്ന പുഴുക്കളും അതിനെല്ലാം തിന്നോളും. ഇത് മഞ്ഞൾ, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾ ഇവിടെ കിട്ടും. ഇത് സ്വീറ്റ് പൊട്ടറ്റോ, ഇത് ചുമന്നത്. ഇത് ഇതിനകത്ത് ഹോൾ ചെയ്തിട്ട് നട്ടിരിക്കുകയാണ്. ഇനിയിപ്പം ആദ്യമായിട്ട് ഞാൻ നടുന്നത്, ഇത് യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ അനുകരിച്ചതാണ്. ഇതിനകത്തുനിന്ന് റിസൾട്ട് എന്തുണ്ടാകുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത് കരിയിലയും ഇവിടെ നിന്ന് പറിക്കുന്ന പച്ചിലകളെല്ലാം കൂടെ ഇട്ട് ഇത് കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ പുറത്ത് ചാണകം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പച്ച ചാണകം കലക്കി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്, ഇത് കമ്പോസ്റ്റായിട്ട് മാറും. ഒരു 2 മാസം കഴിയുമ്പോൾ ഇത് നല്ല കമ്പോസ്റ്റായിട്ട് മാറും. ഇതിൽ നിന്നെടുത്ത് നമുക്ക് ചെടി നടാനായിട്ട് ഉപയോഗിക്കാം. പകുതി മണ്ണും പകുതി ഇതും ഉപയോഗിച്ചാൽ മതി, നല്ല വിളവ് കിട്ടും. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല ഗ്രോ ബാഗുകളിലും വളരുന്ന ചേനയുടെ കുഞ്ഞ് തൈകളാണ്. ഞാൻ അതിനെല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഇതിനകത്ത് ഒരു ചെറിയൊരു പോട്ടിൽ, ചെറിയൊരു ബാസ്ക്കറ്റിനകത്ത് ഇത് നെറ്റ് വിരിച്ചിട്ട് മണ്ണ് നിറച്ച് വച്ചേക്കും. ചെറിയ ചെറിയ ചേന കിട്ടും. ഒരു 100 ഗ്രാം 200 ഗ്രാം ഉള്ള ചേനകൾ കിട്ടും.
അപ്പോൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ, വേസ്റ്റ് ആക്കണ്ട. ഇത് അമ്പഴങ്ങ, ആവശ്യത്തിനുള്ള അമ്പഴങ്ങ കിട്ടും. ഞാൻ സുഹൃത്തുക്കൾക്ക് കൊടുക്കുകയെല്ലാം ചെയ്യും. ഇതിനെ നമുക്ക് അച്ചാറിടാൻ വളരെ നല്ലതാണ്. ഫ്രിഡ്ജിൻ്റെ കവറാണ്, 50 രൂപ കൊടുത്ത് വാങ്ങിയ കവറാണിത്. ഇതിനകത്ത് നമ്മൾ വേസ്റ്റ് ഇട്ട് ഇത് ചെയ്യും. ഇതിനകത്താണ് എൻ്റെ മത്തനുണ്ടായത്. ഇത് നീലമുളക്, അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങിച്ച തൈയാണ്. നല്ല വിളവ് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ചെടികൾ വച്ചിരിക്കുന്നത് ഈ സ്റ്റാൻഡിലാണ്. സ്റ്റാൻഡെന്ന് പറയുമ്പോൾ ഒരു എൽ ഷേപ്പിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി അതിൽ ഇത് മൂവബിളാണ്. നമുക്ക് എവിടെ വേണോ എങ്ങനെ മാറ്റാം. 20 അടിയുടെ ഒറ്റ പൈപ്പ് ഇട്ടിരിക്കുകയാണ്. 3 സ്റ്റാൻഡിൻ്റെ നടുക്ക് പൈപ്പ് ഇടുകയും 3 പൈപ്പ് വീതം ഇടുകയും അതിൻ്റെ പുറത്ത് ഈ ചെടി വയ്ക്കുകയും ചെയ്യും. അപ്പം വെള്ളം താഴോട്ട് കൂടുതൽ വീഴില്ല. നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി വെള്ളം ഒഴിച്ചാൽ മതി, വെള്ളം ഒലിച്ചു പോവില്ല, ടെറസിന് കേടുവരില്ല. അങ്ങനെ ഉപയോഗങ്ങളുണ്ട്. പ്രധാന കാര്യം ഇതിനെടുത്ത് മാറ്റാം. എപ്പോഴാണോ എടുത്ത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യണമെന്നതിന് വളരെ എളുപ്പമാണ്, വൃത്തിയാക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ അടിയിലൊക്കെ ചവറും എല്ലാം വീണ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിനെ ക്ലീൻ ചെയ്ത് മാറ്റാം. ഞാൻ കൃഷി തുടങ്ങിയതിന് ശേഷം പുറത്തുനിന്ന് പച്ചക്കറി വളരെ കുറച്ച് പച്ചക്കറി വാങ്ങിക്കും. ഉരുളക്കിഴങ്ങ്, സവാള, ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് വാങ്ങിക്കുന്നത്. വേറെ ഒന്നും വാങ്ങിക്കേണ്ടി വരുന്നില്ല. സീസൺ ആകുമ്പോഴത്തേക്കും നല്ല വെയിലുള്ള സീസണിൽ മത്തൻ കിട്ടാറുണ്ട്, കുമ്പളങ്ങ കിട്ടും. പിന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിലുണ്ട്, എൻ്റെ കൃഷി സുഹൃത്തുക്കൾ. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് മിസ്റ്റർ രാജ്മോഹനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊത്തം സപ്പോർട്ടോടുകൂടിയാണ് ഞാനിത് ചെയ്തു തുടങ്ങിയത്. മണ്ണ് കയറ്റുന്നതൊക്കെ കുറേശ്ശെ മണ്ണ് വളമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറേശ്ശെ മുകളിൽ കയറ്റും. പിന്നെ ദിവസം ഇതിനെ പരിപാലിക്കുക എന്ന് പറഞ്ഞത് നമ്മളെ കുട്ടികളെ പരിപാലിക്കുന്നതിനേക്കാളും കൂടുതൽ ക്ഷമയോടെ നിൽക്കണം. കാരണം എന്നും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓരോ പ്ലാന്റിനും അത് എപ്പോഴാണ് നടേണ്ടതെന്നും എപ്പോഴാണ് വിളവെടുക്കേണ്ടതെന്നും അത് ഏതെല്ലാം സമയത്താണ് ഇതിന് പോഷകാഹാരങ്ങൾ കൊടുക്കണമെന്നും നമ്മൾ നല്ലോണം അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റൂ, കൃഷി വിജയിക്കുകയുള്ളൂ. പലരും ചെയ്യാൻ മടിക്കുന്ന കാരണം അവർ മുളക് കൊണ്ട് നട്ട് കഴിഞ്ഞ് ദിവസവും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് കുരുടിപ്പ് വരും. അതിൽ കുരുടിപ്പ് വന്ന് നശിച്ചു പോവും. അപ്പം മടുക്കും. അതേപോലെ വെണ്ട നട്ടതിന് ശേഷം അതിനകത്തൊന്നുമില്ല. ഒന്നും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വെണ്ടയ്ക്ക ഉണ്ടാകില്ല. ഇതിനകത്ത് വേണ്ടത് ഞാൻ ചെയ്യുന്നത് കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഓരോ കിലോ വീതം എടുത്ത് അതിൽ 1 കിലോ ചാണകവും മിക്സ് ചെയ്ത് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി വയ്ക്കും. ദിവസവും അതിനെ മിക്സ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ പഴത്തലി ഇടുന്നത് വളരെ നല്ലതാണ്. പൊട്ടാഷ്യം വേണം ഇതിന്. അതിനുവേണ്ടി കലക്കിയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ദിവസവും കലക്കുക. പക്ഷേ കലക്കുമ്പോഴത്തേക്ക് 1 സൈഡ് മാത്രമേ കലക്കാവൂ. അത് കാരണം നല്ല ഇതിനകത്തുണ്ടാകുന്ന ബാക്ടീരിയ നശിച്ചു പോകാനായിട്ട് ഇടയാകും. ഒരു സൈഡ് മാത്രം അതേ ഫ്ലോയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ആ ബാക്ടീരിയ നശിക്കില്ല. ആ ഉണ്ടാകുന്ന ബാക്ടീരിയ ഉള്ള വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് എത്രത്തോളം ഡൈല്യൂട്ട് ചെയ്യാമോ അത്രത്തോളം ഡൈല്യൂട്ട് ചെയ്യുക. ഞാനോട് ഡൈല്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു 5 ടൈംസ് വെള്ളം ഒഴിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആഴ്ചയിൽ 3 ദിവസത്തിൽ ഒരിക്കൽ, ആഴ്ചയിൽ 2 പ്രാവശ്യം ഇതിൽ ഇതിന് കൊടുക്കുന്നത് വൈകുന്നേരങ്ങളിൽ കൊടുക്കുന്നതാണ് വളരെ നല്ലത്. പിന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ അയരൻ എന്ന് പറഞ്ഞൊരു പോഷകാഹാരം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ 20 ഗ്രാം മിക്സ് ചെയ്ത് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതും സ്പ്രേ ചെയ്യുന്നത് വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലകളിൽ പിടിച്ചിരിക്കുകയും പിന്നെ ഇത് കൂടാതെ നമുക്ക് കീടനാശിനി കെമിക്കൽ ഒന്നും ഉപയോഗിക്കുന്നില്ല. കൃഷി എന്ന് പറയുന്നത് നമ്മളൊരു ബൗണ്ടാകുകയാണ് ഇതിന്. നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന സമയം നമുക്ക് എവിടെ പോയിരുന്നാലും ഓർമ്മ വരും കൃഷിയോടുള്ള ആ നമ്മുടെ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് എന്താണെന്നുള്ള. കാരണം ദിവസവും കഴിക്കുന്നത് വിഷമില്ലാത്ത പച്ചക്കറികളാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ കുറേ അസുഖങ്ങളെ നമുക്ക് മാറ്റി നിർത്താം.